തങ്കമണി വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2024. JK പടം കാച്ചറായപ്പോഴും ഞാൻ ഒരു മൂവിയാണ് ഏറ്റവും പക്ഷേ എനിക്ക് തീരെ വർക്കൗട്ടായില്ല. പോസിറ്റീവ് പറയുകയാണെങ്കിൽ 2 പോസിറ്റീവ്. ഒന്ന്, തങ്കമണിയിൽ നടന്ന സംഭവം ഇൻ്റർവെല്ലിന് മുന്നേ ഒരു 20 മിനിറ്റ്സ് ഉണ്ട്, അത് നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ദിലീപിൻ്റെ ആക്ഷൻസ് 2 നല്ലതായിരുന്നു. പക്ഷേ പടം മൊത്തം ക്രിഞ്ച് ഫെസ്റ്റിവലാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ലേഡി ഓഫീസർ, എനിക്ക് ആക്ട്രസിൻ്റെ പേരില്ല, മിസ്കാസ്റ്റ് ആയ പോലെ തോന്നി. മേക്കിംഗ് വൈസ് എന്തായാലും ഭയങ്കര ഇതായിട്ട്. പിന്നെ അങ്ങോട്ട് ക്രിഞ്ച് ഫെസ്റ്റിവലാണ്. പഴയകാലം ഡയലോഗ് ഡെലിവറി എല്ലാം. ദിലീപ് വാസ് ഓക്കെ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തീരെ വർക്കൗട്ടായില്ല. ദാറ്റ്സ് ഇറ്റ്. ദിലീപേട്ടൻ്റെ കാലഘട്ടമൊക്കെ പെർഫെക്റ്റായിട്ട് തന്നെ ദിലീപേട്ടൻ 2 കാലഘട്ടം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ആർട്ട് വർക്ക്, ആ പഴയ കാലഘട്ടം ഒന്നും പറയാനില്ല, ഒരിടത്തും നെഗറ്റീവ് ഇല്ല. ആ ലാംഗ്വേജ് ആണെങ്കിലും ദിലീപേട്ടൻ്റെ ബിഹേവിയറൊക്കെ ആണെങ്കിലും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പടത്തിൻ്റെ ഇമോഷണലി റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്ന് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണെങ്കിൽ ആ കണക്ഷൻസ്, ആ ഇമോഷണലി ഉള്ള ബാക്കപ്പ് കുറച്ച് ഇടയ്ക്ക് കൂടിപ്പോയി. പിന്നെ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ കുറച്ച് ഓവറായതുപോലെ എനിക്ക് തോന്നി. എവിടെ ഒരു എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് പ്രേക്ഷകരെ പറ്റിയിട്ടില്ല എന്നൊരു ഫീൽ എനിക്കത് തോന്നി. ഓവറോൾ കുഴപ്പമില്ല, 1 ടൈം വാച്ചബിളായിട്ട് കാണാൻ പറ്റിയൊരു പടമാണ് തങ്കമണി എന്ന് പറയുന്നത്. ദിലീപേട്ടനെ നമുക്കൊന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ കാലഘട്ടമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ഒരു നെഗറ്റീവ് ഇല്ലാതെ പുള്ളി അടിപൊളിയായിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ആ റിവെഞ്ചിലോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ട് പരിചയിച്ച പല സംഭവങ്ങളും അവിടെ കയറി വന്നു. റിവെഞ്ച് വരുമ്പോഴത്തേക്ക് ദിലീപേട്ടൻ ഒരിക്കലും ഒരു വൗസാനോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ആസ് യൂഷ്വൽ ഒരു പെർഫോമൻസ് ആയിട്ട് തോന്നി. പക്ഷേ പഴയ കാലഘട്ടം ഒന്നും പറയില്ല, അടിപൊളിയാണ്. തങ്കമണി മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഒരുപാട് നൊമ്പരമുണർത്തുന്ന കാര്യങ്ങളാണ് തങ്കമണിയിൽ അരങ്ങേറിയത്. അതിൻ്റെ ശരിതെറ്റിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഒരിക്കലും ഇനിയൊരു തങ്കമണി ആവർത്തിക്കരുതെന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ ഒരു സിനിമയായിട്ട് മാറിയപ്പോൾ രതീഷ് രഘുനന്ദൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ 2ാമത്തെ ചിത്രം, അദ്ദേഹം വളരെ കൈയടക്കത്തോടുകൂടിയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തത്. ഒരുപാട് വിമർശനം കേൾക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം വളരെ ചിട്ടയായിട്ടുള്ള ഒരു കൈയടക്കത്തോടു കൂടിയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തത്. ദിലീപേട്ടൻ്റെ കുറേ നാളുകൾക്ക് ശേഷം മലയാളികൾ ആഗ്രഹിക്കുന്ന ജനപ്രിയ നായകൻ്റെ ഒരു തിരിച്ചുവരവാണ് ഈ ഒരു ചിത്രം. കാരണം അദ്ദേഹം ഈ ഒരു ചിത്രത്തിൽ ഉടനീളം ആ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും അവരുടെ റോളുകളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എടുത്തു പറയേണ്ട, ആർട്ട് വർക്കായാലും അതേപോലെ തന്നെ BGM ആയാലും ക്യാമറ വർക്കായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഈ ഒരു വിഷയം നമ്മളുടെ മുമ്പിൽ എത്തിച്ച രതീഷ് രഘുനന്ദൻ എന്ന് പറഞ്ഞ സംവിധായകനെ ആദ്യത്തെ കയ്യടി അർഹിക്കുന്നു. പിന്നെ ഇതിന് സപ്പോർട്ട് നൽകിയ പ്രൊഡ്യൂസറിന് അഭിനന്ദനം അർഹിക്കുന്നു. പിന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ച് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഘടകങ്ങളും ചേർത്തിട്ടുള്ള ഒരു ചിത്രമാണ് തങ്കമണി. ഇപ്പോൾ തങ്കമണി കണ്ടിറങ്ങി. ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് സ്റ്റോറീനെ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള അവരുടെ ശ്രമം നന്നായിട്ട് തന്നെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ളൊരു സംഭവം കേട്ടറിയുന്നതിനൊക്കെ കൂടുതൽ കണ്ടറിയാനുള്ളൊരു അവസരമാണ് തങ്കമണി. പിന്നെ ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ്, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളുള്ള ഒരു ഫാമിലി മാൻ എന്നുള്ളതിൽ മാറി ഒരു ആക്ഷൻ നായകൻ എന്നുള്ളതിലേക്ക് തന്നെ തങ്കമണിയിലൂടെ ദിലീപേട്ടൻ മാറിയിട്ടുള്ളത്. ഓരോ ഇമോഷൻ സീൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സോങ്സൊക്കെ എടുത്തു പറയേണ്ടതാണ്. മ്യൂസിക്കൽ എലമെൻറ്റ്സ് കാര്യങ്ങൾ, ആ ടൈറ്റിൽ സോങ് വരുന്നത് തന്നെ തിയേറ്ററിൽ കേട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പടം. മൊത്തത്തിൽ ബോറിംഗ് ആയിരുന്നു പടം. ഇഷ്ടപ്പെട്ടില്ല. അതെന്തോ നമ്മ പ്രതീക്ഷിച്ച ആ ഒരു ഇതിൽ കിട്ടിയില്ല പടം. ഒരു മസാല പടം പോലെ എനിക്ക് തോന്നിയത്. പണ്ട് കാലം തുടങ്ങിയുള്ള ഇതില്ലേ, അതേപോലെ എനിക്ക് തോന്നിയത്. എന്നുവെച്ചാൽ ഒരു പ്രതികാരം ചെയ്യണം ആ ഒരു സംഭവം. അത് എല്ലാ സിനിമകളിലും എല്ലാ കഥകളിലും തന്നെയാണല്ലോ. അതേപോലെ തന്നെയാണ് ഇതും ഒരു ഇതിൽ തോന്നിയത്. എനിക്ക് വ്യത്യാസമൊന്നും തോന്നിച്ചില്ല. ഫസ്റ്റ് ഹാഫ് തന്നെ ഭയങ്കര ബോറിങ്ങാണ്. ഫസ്റ്റ് ഹാഫിലൊന്നുമില്ല, സെക്കൻഡ് ഹാഫിൽ പിന്നെയും ഇത്തിരിയെല്ലാം കണ്ടിരിക്കുക, അതുള്ളൂ. ഓക്കെ. നമ്മൾ ഒരുപാട് തവണ തിയേറ്ററിൽ കണ്ടാണ്. പക്ഷേ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുമ്പോഴും അതിനുശേഷം ഈ കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം കഴിക്കുമ്പോൾ വലിയ സന്തോഷം. നല്ല വാക്കുകൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ സിനിമ.
അദ്ദേഹത്തിന് സ്ട്രോങ് സോൺ കോമഡി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ആക്ടറെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വ്യക്തിപരമായി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആർട്ടിസ്റ്റും. അപ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ ചെല്ലുമ്പോഴാണ് അവർ കമ്മിറ്റ് ചെയ്യുകയും ഇപ്പോൾ കാണുന്നത് പെർഫോം ചെയ്യുകയും ചെയ്യുന്നത്. കേട്ടോ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു. ഗംഭീര സിനിമ, ഒന്നും പറയാം. ദിലീപേട്ടൻ്റെ മാസ് പെർഫോമൻസ്. ഓക്കെ, പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. മൊത്തത്തിൽ എന്താ പറയുക, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടു നോക്കും. ഇതിലും അമ്മയുണ്ടായിരുന്നു. അമ്മയുണ്ടായിരുന്നു. ഇതിലമ്മ എല്ലാത്തിലും എന്താ പറയുക, നമ്മൾ ഡെയിലി കാണുന്ന ഒരാളാകുമ്പോൾ നമുക്ക് അങ്ങനെ വ്യത്യാസം അറിയാം ഇങ്ങനെ കുറവാണ്. ആക്ച്വലി നമ്മൾ കണ്ടുവരുന്ന ഒരു പിന്നെ പലതിലും പല വേഷങ്ങളായിട്ട് അങ്ങനെ ഒരു വെറൈറ്റി. ഇതിൻ്റെ വേഷം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പടം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? പടം മൊത്തത്തിൽ കൊള്ളാം, കണ്ടിരിക്കാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്.